ദക്ഷന്റെ മകൾ സതി ശിവൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി കണ്ടത്. ദക്ഷൻ നടത്തിയ യാഗത്തിന് മകളായ സതിക്ക് പോകുവാൻ ആഗ്രഹവും, എന്നാൽ അതിനു പോകരുത് എന്നും പോയാൽ പിതാവാൽ അപമാനമുണ്ടാകുമെന്നും ശിവൻ സതീദേവിയോട് പറയുകയും, എന്നാൽ അതൊന്നും കേൾക്കാതെ തനിക്ക് യാഗത്തിന് പോകണമെന്നും അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നും അഥവാ ഉണ്ടായാൽ താൻ സ്വയം ആത്മത്യാഗം ചെയ്യുമെന്നും സതീദേവി പറഞ്ഞു. തന്നോടുള്ള ദേഷ്യം സതീദേവിയോട് തീർക്കുമെന്ന് പരമശിവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ക്ഷണിക്കപ്പെടാതെ വന്ന സതീദേവിയെ ദക്ഷൻ അപമാനിക്കപ്പെട്ട സതീദേവി ആത്മഹൂതി ചെയ്യുകയും ചെയ്തു. ആ ആഘാതം ദിഗംബങ്ങൾ പിടിച്ചു കുലുക്കുന്ന ശിവതാണ്ഡവമായി. ശിവൻ രൗദ്രഭാവത്തിൽ താണ്ഡവമാടുകയും തുടർന്ന് ജടയിൽ നിന്നും ഭൂതഗണങ്ങൾ ഉത്ഭവിക്കുകയും ആ ഭൂതഗണങ്ങൾ ദക്ഷനെ വധിക്കുകയും ചെയ്തു. ഇതാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യമായി കണക്കാക്കപ്പെടുന്നത്. അതിനുശേഷം 10,000 വർഷങ്ങൾ പരമശിവൻ അലഞ്ഞു നടക്കുകയും പ്രലോഭനങ്ങളിൽ ഒന്നും വീഴാതെ പരമശിവനെ സതീദേവി വീണ്ടും പാർവതി ദേവിയായി പുനർജനിക്കുകയും പിന്നീടാണ് ശിവപാർവതി രൂപമായി തീർന്നത്. എത്ര മനോഹരമായ ആചാരങ്ങൾ, എത്ര മനോഹരമായ വിശ്വാസങ്ങൾ, എത്ര മനോഹരമായ ബന്ധങ്ങൾ. ഈ ബന്ധങ്ങൾ തന്നെയാണ് മനുഷ്യജീവിതത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ?